ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് മന്തി ഉണ്ടാക്കി കഴിച്ചിട്ട് ചെറിയ വ്ളോഗാണ്. ഇത് അപ്പം തോന്നിയിട്ട് ചെറിയൊരു പിരാന്താണ്. അപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ട്സും അവരുടെ വൈഫും നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മന്തി റെഡിയാക്കിയാണ്. ചിക്കൻ മന്തിയാണ് റെഡിയാക്കുന്നത്. അപ്പം മന്തിക്കുള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ മേലെ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് പിന്നെ ഈ മാഗി ക്യൂബ്സൊക്കെ നമ്മൾ ചെറുതാക്കിയിട്ട് ഇത് നമ്മൾ 3 പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ 3 കൈയുണ്ടാവും, 3 കൈയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാലക്കൂട്ടൊക്കെയാണ് ഗരം മസാല, കുരുമുളക്, ഉണക്കനാരങ്ങ, പട്ട, ഗ്രാമ്പു ഇതൊക്കെ കൂടി ചേർന്നിട്ട് അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കളറും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇതാണ് കളർ. ഇത് ഓപ്ഷണലാണ്, ഓറഞ്ച് ഫുഡ് കളറാണ്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഏതായാലും ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചു എന്നല്ലാണ്ട് അതിലേക്ക് ഇടാൻ മറന്നു എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ ഓർമ്മ വന്നതുകൊണ്ട് അതുകൂടെ അപ്പോൾ ഇതിൽ ചേർത്തിട്ട് ഒന്നുകൂടി നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുത്ത് ഇത് നമ്മൾ 2 പാത്രത്തിലായിട്ട്, കാരണം അത്രയും വലിയ പാത്രം നമ്മുടെ കയ്യിലില്ല, അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ 2 പാത്രത്തിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് വേവിച്ച് 2 ഭാഗവും മറിച്ചിട്ട് ഇനി നമ്മൾ അരി വേവിക്കാൻ വെച്ചതാണ്. അപ്പോൾ നമ്മൾ അരി അവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു അരമണിക്കൂറോളം കുതിർക്കാൻ വെച്ചിരുന്നു. എന്നിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് അരിയിട്ട് സാധാ ചോറ് വെന്ത് ഇനി നമ്മളിതിൻ്റെ മേലെ മല്ലിയില വിതറിയിട്ട്, അപ്പോൾ തന്നെ ഒക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടോ, അതൊക്കെയാണ് ഫ്രണ്ട്സും കാര്യങ്ങളും, അവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് സമയം ഒരുപാടായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചോറ് ദമ്മിടാൻ വെക്കുകയാണ്. 2 പാത്രത്തിലും കൂടെ ആയിട്ട് ദമ്മിടുകയാണ്. എന്നിട്ട് നമ്മൾ ആ ചിക്കനിന് നമ്മൾ മാറ്റി വെച്ച കുറച്ച് ഗ്രേവി ഉണ്ട്, അത് അതിൻ്റെ മേലിട്ട് നമ്മൾ കനൽ വെക്കുന്നുണ്ട്. അപ്പോഴാണ് പച്ചമുളക് കുത്താൻ മറന്നത്. അതൊക്കെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ നമ്മൾ കനൽ വെച്ച് അടച്ച് ദമ്മിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ദമ്മിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പാത്രം നമ്മൾ ദമ്മിട്ട്, 2 പാത്രത്തിലായിട്ടല്ല ഉണ്ടാക്കിയത്, 2 പാത്രത്തിലും ദമ്മിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ ദമ്മ പൊട്ടിച്ച് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ടാണ് തോന്നുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളത് അങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് ഇനി താഴെയുള്ള ചിക്കനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം, മേലേക്ക് എടുക്കണം. അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുത്തു. ഇത് ഫസ്റ്റത്തെ പാത്രമാണ്, ഇത് രണ്ടാമത്തതും അതുപോലെ തന്നെ ദമ്മ പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ടെടുത്ത് അങ്ങനെ കുട്ടികളൊക്കെ വിശന്നിട്ട് ചട്ടിയിൽ തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ മജ്‌ലിസ് ഇങ്ങനെയാണ് ഇവിടെ നിന്ന് എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ടാകുമ്പം താഴെ സുപ്ര വിരിച്ചിട്ട്, താഴെ ടേബിളിലൊക്കെ സുപ്ര വിരിച്ചിട്ട് ഫുഡ് അതിൽ നിരത്തി വെക്കും. എന്നിട്ട് എല്ലാവരും ചുറ്റിയിരുന്ന് കഴിക്കും. പിന്നെ അതിലേക്ക് കൂട്ടാൻ മയണൈസും പിന്നെ തക്കാളി സോസും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചുറ്റിയിരുന്നത് എന്ത് നല്ല രസമാണ്, എല്ലാവരും കൂടി ചുറ്റിയിരുന്ന് കഴിക്കണത്. നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടൊരു രസം ഇങ്ങനെ കഴിക്കുന്നതാണ്. ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ജ്യൂസി ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.